സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പിസ്സ എങ്ങനെ ഫോണിലൂടെ ഓർഡർ ചെയ്യാമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് പിസ്സ ഓർഡർ ചെയ്യാൻ മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് ഫുഡ് ഓർഡർ ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ടെലിഫോൺ ഇംഗ്ലീഷിൻ്റെ എന്തൊക്കെയാണ് ബേസിക്സ് എന്നുള്ളത് നമ്മൾ പഠിച്ചാണ്. തീർച്ചയായിട്ടും ആ പാഠം പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണുക. നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് നിങ്ങൾ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ പിസ്സ ഹട്ടിലേക്ക് വിളിക്കുമ്പോൾ അവിടുന്ന് നിങ്ങളോട് പറയുന്നത് ഇങ്ങനെയായിരിക്കും: ഹലോ, ഗുഡ് മോർണിംഗ്, പിസ്സ ഹട്ട്, സൂരജ് ഹിയർ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അറിയാം നിങ്ങൾ വീട്ടിലെ വിശേഷങ്ങൾ വിളിക്കാൻ വിളിച്ചതല്ല, അവർ ഓർഡറിന് വിളിച്ചതാണെന്നുള്ള അറിയാം. അതുകൊണ്ട് തന്നെ മിക്കവാറും നിങ്ങളോട് പറയുന്നത് ഹലോ, ഗുഡ് മോർണിംഗ്, പിസ്സ ഹട്ട്, യുവർ ഓർഡർ പ്ലേസ് എന്നായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഹരി എന്നുള്ള എൻ്റെ സുഹൃത്താണ് ഈ പിസ്സ ഓർഡർ ചെയ്യുന്നത്. ഹരി പറയുകയാണ്, ഐ വുഡ് ലൈക്ക് ടു ഓർഡർ എ പിസ്സ പ്ലീസ് എന്ന് പറയുകയാണ്. അപ്പോൾ ഹരി എനിക്ക് ഒരു പിസ്സ ഓർഡർ ചെയ്യണം എന്ന് പറയുകയാണ്. അപ്പോൾ അത് കസ്റ്റമർ കെയർ, സി സി എന്ന് എഴുതുന്നത് കസ്റ്റമർ കെയർ ആണ്. കസ്റ്റമർ കെയറിൽ നിന്ന് പറയുകയാണ് ഗ്രേറ്റ് അല്ലെങ്കിൽ ഷുവർ, താങ്ക് യു, വാട്ട് വുഡ് യു ലൈക്ക് ടു ഓർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പിസ്സയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നാണ് അവിടുത്തെ ചോദ്യം. അപ്പോൾ ഹരി പറയാണ്, ക്യാൻ ഐ ഹാവ് എ ലാർജ് പെപ്പറോണി പിസ്സ പ്ലീസ്? അപ്പോൾ പെപ്പറോണി ഒരുപാട് തരം പിസ്സകളുണ്ട്, എനിക്കിതിൻ്റെ ഒന്നും പേരറിയില്ല, ഒരെണ്ണം അറിയാവുന്ന അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. ഇപ്പോഴത്തന്നെ നമുക്ക് ബട്ടർ ചിക്കൻ്റെ പിസ്സ കിട്ടുന്നതാണ്, പല തരത്തിലുള്ള പിസ്സ കിട്ടുന്നതാണ്. ഓക്കെ, അതല്ല നമ്മൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്ന ഒരു കാര്യമുണ്ട്, ഡു യു ഹാവ് എനി സജഷൻസ് ഫോർ എ പിസ്സ അണ്ടർ 300 റുപ്പീസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് 300 രൂപയ്ക്ക് താഴെയുള്ള ഏതെങ്കിലും പിസ്സ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നുണ്ടോ? അതൊരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം നമുക്ക് പല സ്ഥലങ്ങളിൽ നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് മെനു മനസ്സിലാകാത്തൊരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ എത്ര രൂപ ഉണ്ട് അത് വെച്ച് നമുക്ക് ചോദിക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാം, ഡു യു ഹാവ് എനി സജഷൻസ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. അപ്പോൾ കസ്റ്റമർ കെയറിൽ നിന്ന് പറയുന്നത് ഷുവർ സാർ, വിത്ത് ചീസ്, വിത്ത് എക്സ്ട്രാ ചീസ് ഓർ വിത്തൗട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ചീസ് അതിൻ്റെ അകത്ത് ഇടണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതോ ഇടണ്ടായോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് വിത്ത് പ്ലീസ്. വിത്ത് പ്ലീസ് എന്ന് പറഞ്ഞാൽ വിത്ത് എക്സ്ട്രാ ചീസ് പ്ലീസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് അത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്, വുഡ് യു ലൈക്ക് എനി സൈഡ് ഡിഷസ് വിത്ത് ദാറ്റ് പ്ലീസ്? ഓക്കെ, മറ്റെന്തെങ്കിലും വേണോ എന്നുള്ളതാണ്, അതിൻ്റെ കൂടെ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ സൈഡ് ഡിഷസ് ആയിട്ട് നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാവുന്ന എന്തെങ്കിലും വേണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹരി പറയാണ്, യെസ്, ക്യാൻ ഐ ഹാവ് 2 ഗാർലിക് ബ്രെഡ് ആൻഡ് എ ലിറ്റർ ഓഫ് പെപ്സി പ്ലീസ്? അതായത് 2 ഗാർലിക് ബ്രെഡ്സും 1 ലിറ്റർ പെപ്സിയും വേണം എന്ന് പറയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ് ഷുവർ അല്ലെങ്കിൽ ഗ്രേറ്റ് എന്ന് പറയാണ്, എനിത്തിങ് എൽസ് സാർ, ഇതല്ലാതെ മറ്റെന്തെങ്കിലും വേണം? അപ്പോൾ കസ്റ്റമർ കെയറിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്കൊക്കെ പരിചിതമായിരിക്കാം, മറ്റെന്തെങ്കിലും വേണോ എന്നുള്ളതാണ്. അപ്പോൾ ഹരി പറയാണ്, നോ താങ്ക്സ്, ഹൗ മച്ച് ഫോർ ദാറ്റ് പ്ലേസ്? അപ്പോൾ എത്ര രൂപയായി എന്നാണ് ചോദിക്കുന്നത്. ഹൗ മച്ച് ദാറ്റ് ഫോർ ദാറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ അതിന് എത്ര രൂപയായി എന്നുള്ളതാണ്. അപ്പോൾ കസ്റ്റമർ കെയർ പറയാണ്, ദാറ്റ് ഈസ് 420 റുപ്പീസ് എന്ന് പറഞ്ഞാൽ എത്രയായി, 420 രൂപ. കുഡ് യു പ്ലീസ് പ്രൊവൈഡ് യുവർ അഡ്രസ് ആൻഡ് ഫോൺ നമ്പർ? നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും തരാം, കാരണം പിസ്സ ഡെലിവറിയാണ് അല്ലേ. അപ്പോൾ മറ്റൊരു ചോദ്യം കുഡ് യു പ്ലീസിന് പകരം ചോദിക്കാവുന്നുണ്ട്, മേ ഹാവ് യുവർ അഡ്രസ് ആൻഡ് ഫോൺ നമ്പർ പ്ലീസ് എന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഹരി പറയാണ്, മൈ അഡ്രസ് ഈസ് XYZ, എന്തെങ്കിലും നിങ്ങളുടെ അഡ്രസ്സ് എന്താണ്, ആൻഡ് മൈ ഫോൺ നമ്പർ ഈസ് അല്ലെങ്കിൽ മൈ നമ്പർ ഈസ് എന്തെങ്കിലും 2255 എന്നോ അല്ലെങ്കിൽ 9895 എന്നോ എന്തെങ്കിലും ഫോൺ നമ്പർ പറയണം. ഓക്കെ, അപ്പോൾ കസ്റ്റമർ കെയറിൽ നിന്ന് പറയണം, യുവർ ഡെലിവറി ടൈം വിൽ ബി അപ്രോക്സിമേറ്റ്ലി 30 minutes. അപ്പോൾ 30 മിനിറ്റ് ആണ് നിങ്ങളുടെ ഡെലിവറി ടൈം, അല്ലെങ്കിൽ അറൗണ്ട് 30 minutes എന്ന് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം കസ്റ്റമർ കെയർ പറയണം, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഓർഡർ. ഓക്കെ, തീർച്ചയായിട്ടും നന്ദിയുണ്ട് നിങ്ങളുടെ ഓർഡറിന്. ഹാവ് എ ഗുഡ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഹാവ് എ ഗുഡ് ഡേ, ഹാവ് എ ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഗുഡ് പറഞ്ഞ് ഒന്ന് പോസ് ചെയ്യുക, അതിനുശേഷം പറയുക. അപ്പോൾ ഹരി പറയാണ് ബൈ എന്ന് പറയാണ്. ഇനിയിപ്പോൾ നമ്മൾ പഠിക്കുന്നത് കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള സെൻറ്റൻസുകൾ ഇത് ഉപയോഗിക്കാവുന്നത്. ഓക്കെ, വുഡ് യു ലൈക്ക് ടു പേ ബൈ ക്യാഷ് ഓർ കാർഡ്? അപ്പോൾ കസ്റ്റമർ കെയർ നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് പേ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? വുഡ് യു ലൈക്ക് ടു പേ ബൈ ക്യാഷ്
ക്യാഷ് ആയിട്ടാണോ അതോ കാർഡ് വഴിയാണോ നിങ്ങൾ പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഡു യു ഹാവ് എനി പ്രിഫറൻസസ്? ഓക്കെ, തീർച്ചയായിട്ടും ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ ആൾക്കാർക്ക് ഒരുപാട് അലർജികളുണ്ട്. നമ്മളതൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഗവനിക്കാറില്ല. അപ്പോഴങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറയാണ് യെസ് പ്ലീസ് ഡോണ്ട് ആഡ് ചീസ് ഇൻ ദ പിസ്സ. ഓക്കെ, പിസ്സയ്ക്കകത്ത് ചീസ് ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പ്ലീസ് സെൻഡ് എ ഡയറ്റ് പെപ്സി. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പഞ്ചസാര ഇല്ലാത്ത പെപ്സികൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ വിദേശത്തൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ് ഡയറ്റ് പെപ്സി. ഡയറ്റ് പെപ്സി എന്ന് പറഞ്ഞാൽ അവർ അതിൻ്റെ അകത്ത് ഷുഗർ അല്ല ചേർക്കുന്ന, മറ്റെന്തോ മധുരത്തിനും മറ്റെന്തോ സാധനമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് ഉദാഹരണം പറയുന്നത് ഹരി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡു യു ഹാവ് എനി സ്പെഷ്യൽസ് ഓർ ഡിസ്കൗണ്ട്സ് നൗ? ഓക്കെ, സ്പെഷ്യൽസ് എന്ന് പറഞ്ഞാലും ഡിസ്കൗണ്ട്സ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നാണ്, അതായത് ഡിസ്കൗണ്ടോ എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ അവിടെ നിന്ന് പറയണം നോ സർ, നോട്ട് അറ്റ് ദ മൊമെന്റ്, ഇപ്പോഴില്ല എന്ന് പറയണം. അതല്ലെങ്കിൽ ഹരിയോട് പറയണം യെസ് സർ, ഇഫ് യു ബൈ എ ലാർജ് പിസ്സ, ഒരു ലാർജ് പിസ്സ വാങ്ങിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് എ സ്മോൾ പിസ്സ ഫ്രീ. ഓക്കെ, ഒരു ലാർജ് പിസ്സ വാങ്ങിക്കുമ്പോൾ ഒരു ചെറിയ പിസ്സ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ഐ വിൽ തിങ്ക് അബൌട്ട്. ഇനി ഇപ്പോൾ ഹരി പറയണേ, ഇപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ ഇപ്പോൾ തന്നെ ഫോൺ എടുത്തിട്ട് നിങ്ങളുടെ അടുത്തുള്ള പിസ്സ വിൽക്കുന്ന എങ്ങോട്ടെങ്കിലും വിളിച്ചതിന് ശേഷം അവസാനം നിങ്ങൾക്ക് പറയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഐ വിൽ തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് കോൾ യു ലേറ്റർ. ഓക്കെ, അല്ലെങ്കിൽ കോൾ യു ബാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ നിങ്ങളെ പിന്നീട് ഫോൺ ചെയ്യാം. കാരണം നമ്മൾ ഓർഡർ കൺഫേം ചെയ്യുന്നില്ല. അതല്ലെങ്കിൽ ഇങ്ങനെ പറയാവുന്നതാണ്, ഐ വിൽ ഡിസ്കസ് വിത്ത് മൈ വൈഫ്, അല്ലെങ്കിൽ ഐ വിൽ ഡിസ്കസ് വിത്ത് മൈ കിഡ്സ് ആൻഡ് കോൾ യു ബാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളെ തിരിച്ച് വിളിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് ഫോൺ പഠിക്കാൻ വേണ്ടിയാണ്, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോഴും മറ്റൊന്ന്, നിങ്ങൾ ഒരു 2 എക്സ്ട്രാ ആയിട്ട് 2 ഗ്ലാസ് തരാമോ? നിങ്ങൾ ചോദിക്കാം, കുഡ് യു പ്ലീസ് പ്രൊവൈഡ് 2 എക്സ്ട്രാ ഗ്ലാസസ് ആൻഡ് എ കെച്ചപ്പ് പ്ലീസ്. ഇപ്പോൾ ടൊമാറ്റോ സോസ് നമ്മൾ പറയാറുണ്ട്, ചെറിയ സാഷയ്ക്കകത്ത് വരുന്നത്, അതിന് കെച്ചപ്പ് എന്നും പറയാറുണ്ട്. അപ്പോൾ കെച്ചപ്പ് പ്ലീസ്. ഇനിയിപ്പോഴോ നമ്മൾ പറയാവുന്ന എൻ്റെ കയ്യിൽ 2000-ൻ്റെ നോട്ടാണ്. ഇപ്പോൾ നോട്ട് നിരോധനത്തിൻ്റെ സമയത്തൊക്കെ നമ്മളുടെ കയ്യിലൊക്കെ 2000-ൻ്റെ നോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എങ്കിൽ നമുക്കെങ്ങനെ പറയാം, ഐ എം സോറി, ഐ ഹാവ് 2000 rupees നോട്ട്, കുഡ് യു പ്ലീസ് സെൻഡ് ചേഞ്ച് ടു. അതായത് നിങ്ങൾ ചേഞ്ചും കൊടുത്തു വിടാമോ? കാരണം നമ്മുടെ പിസ്സ ആകെ 420 രൂപയുള്ളൂ, അദ്ദേഹം 500 ആണെന്ന് നമ്മളെ ഉണ്ടോയെന്ന് ഉദ്ദേശിച്ചാണ് വരുന്നതെങ്കിലോ പ്രശ്നമാകില്ലേ? അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ പറയാവുന്നതാണ്, ചേഞ്ച് കൊടുത്തു വിടാവോ, ചില്ലറ കൊടുത്തു വിടാവോ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ഈ സെക്ഷൻ മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ നമ്മൾ സംസാരിച്ച് മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഫോൺ എടുത്ത് നിങ്ങളൊരു പിസ്സ ഓർഡർ ചെയ്യുക. അവസാനം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ പറയാവുന്നതാണ്, ഡിസ്കസ് ചെയ്തിട്ട് വിളിക്കാമെന്ന് പറയാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആദ്യം മുതലുള്ള പാഠം കാണണമെന്നുണ്ടെങ്കിൽ ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അൺലൈക്ക് ചെയ്യുക. മറ്റൊരു സെക്ഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.